നമ്മളിന്ന് പഠിക്കുന്നത് കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ എന്ന ചാപ്റ്ററാണ്. ഇവിടെ ഒരു നമ്പർ ലൈൻ വരച്ചിരിക്കുന്നു. അതിൽ 94, 93, 92, 91, 0, 1, 2, 3, 4 എന്നിവ ഈക്വൽ ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. ഈ നമ്പർ ലൈനിൻ്റെ 0യിൽ കൂടി പെർപെൻഡിക്കുലറായി വേറൊരു നമ്പർ ലൈൻ വരച്ചിരിക്കുന്നു. അവിടെയും 94 തുടങ്ങി +4 വരെ മാർക്ക് ചെയ്തിരിക്കുന്നു. ഈ നമ്പർ ലൈന് എക്സ് ആക്സിസ്, എക്സ് അക്ഷം എന്നാണ് പേര്. ഈ നമ്പർ ലൈനിൻ്റെ പേര് വൈ ആക്സിസ്, വൈ അക്ഷം എന്നാണ് പേര്. എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ നമ്മൾ ഒറിജിൻ, ആധാരബിന്ദു എന്ന് പറയുന്നു. ഒറിജിൻ. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒ എന്നെഴുതാം. ഒയുടെ റൈറ്റ് സൈഡ് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അവിടെ നമ്മൾ എക്സ് എന്ന് എഴുതുന്നു. ഒയുടെ ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അവിടെ എക്സ് ഡാഷ് എന്ന് എഴുതുന്നു. ഒയുടെ മുകളിലേക്ക് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അവിടെ വൈ എന്ന് എഴുതുന്നു. ഒയുടെ കീഴ്ഭാഗത്തേക്ക് നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അവിടെ വൈ ഡാഷ് എന്ന് എഴുതുന്നു. നമ്മൾക്കിപ്പോൾ എ എന്നുള്ള ഒരു പോയിന്റ് ഇവിടെ തന്നിരിക്കുന്നു. അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണം, അതിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കണം. സ്ഥാനം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എയിൽ നിന്ന് എക്സിലേക്ക്, എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കുന്നു. അപ്പോൾ അത് 3യിൽ എത്തിച്ചേരുന്നു. അപ്പോൾ നമുക്ക് എഴുതാം 3, എയിൽ നിന്ന് വൈ ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കുന്നു. അത് 2യിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എയുടെ പൊസിഷൻ 3, 2 എന്ന് പറയാം. ഇതിനെ വായിക്കുന്നത് കോർഡിനേറ്റ് ഓഫ് എ 3, 2. എയുടെ സൂചക സംഖ്യ 3, 2. ഇനി ബി എന്നുള്ളൊരു പോയിന്റ് നോക്കാം നമുക്ക്. ആ ബി എന്നുള്ള പോയിന്റ് ഇതെവിടെയാണ്. ഇതിൻ്റെ കോർഡിനേറ്റ്സ് എഴുതണം നമുക്ക്. അപ്പോൾ ബിയിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ നമുക്ക് 1 കിട്ടുന്നു. 1 എഴുതുക, കോമ എഴുതുക. ഇനി ബിയിൽ നിന്ന് വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ നമുക്ക് 4 കിട്ടുന്നു. അപ്പോൾ കോർഡിനേറ്റ് ഓഫ് ബി 1, 4. ഇനി സി എന്നുള്ള പോയിൻ്റാണ്. സി. ഈ പോയിന്റിൽ നിന്നും നമുക്ക് എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഇപ്പം -2 കിട്ടുന്നു. ഇവിടെ നിന്ന് നമുക്ക് വൈ ആക്സിസിലേക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് 2 കിട്ടുന്നു. സിയുടെ കോർഡിനേറ്റ് -2, 2. ഇനി പി എന്നുള്ള പോയിന്റ് നോക്കാം. പിയിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ വരക്കും, എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരക്കുന്നു. അപ്പോൾ നമുക്ക് -4 കിട്ടുന്നു, പിയിൽ നിന്ന് വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരക്കുന്നു. അപ്പോൾ -3 കിട്ടുന്നു. അപ്പോൾ കോർഡിനേറ്റ് ഓഫ് പി -4, -3. ഇനി നമുക്ക് ക്യൂ എന്നുള്ള പോയിന്റ് നോക്കാം. ക്യൂവിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരക്കാം. അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടുന്നു. ക്യൂവിൽ നിന്ന് വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരക്കാം. അപ്പോൾ നമുക്ക് -4 കിട്ടുന്നു. അപ്പോൾ കോർഡിനേറ്റ് ഓഫ് ക്യൂ 2, -4. ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഹോറിസോണ്ടലായിട്ട് വരക്കുന്ന നമ്പർ ലൈനെ നമ്മൾ എക്സ് ആക്സിസ്, എക്സ് അക്ഷം എന്ന് പറയുന്നു. ഇതിലെ 0യിൽ കൂടി പെർപെൻഡിക്കുലറായിട്ട് വരക്കുന്ന നമ്പർ ലൈനെ നമ്മൾ വൈ ആക്സിസ്, വൈ അക്ഷം എന്ന് പറയുന്നു. എക്സ് ആക്സിസും വൈ ആക്സിസും മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ ഒറിജിൻ, അതിൻ്റെ കോർഡിനേറ്റ് 0, 0 ആയിരിക്കും. എക്സ് അക്ഷവും വൈ അക്ഷവും സംഗമിക്കുന്ന ബിന്ദുവിനെ ആധാരബിന്ദു,
എന്ന് പറയുന്നു അതിൻ്റെ സൂചക സംഖ്യ 0 0 ആയിരിക്കും. ഇനി ഓരോ പോയിന്റിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം നോക്കാം. എയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എയിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ നമ്പർ ആദ്യം എഴുതുക. അതിനുശേഷം എയിൽ നിന്നും വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ കിട്ടുന്ന നമ്പർ രണ്ടാമത് എഴുതുക. എപ്പോഴും നമ്മൾ എക്സ് കോർഡിനേറ്റാണ് ആദ്യം എഴുതേണ്ടത്. എൻ്റെ പേരാണ് എക്സ് കോർഡിനേറ്റ്, എക്സ് സൂചക സംഖ്യ. എൻ്റെ പേരാണ് വൈ സൂചക സംഖ്യ, വൈ കോർഡിനേറ്റ്. എപ്പോഴും നമ്മൾ എക്സ് കോർഡിനേറ്റ് ആദ്യം എഴുതുന്നു, അതിനുശേഷം വൈ കോർഡിനേറ്റ് എഴുതുന്നു. ഇനി ബിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. ബിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ബിയിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ 1 കിട്ടുന്നു, 1 എഴുതുക. അതിനുശേഷം ബിയിൽ നിന്ന് വൈ ആക്സിസിലേക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് 4 കിട്ടുന്നു. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ് ഓഫ് ബി 1 4 എന്ന് എഴുതാം. അതേപോലെ തന്നെ സിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ സിയിൽ നിന്ന് പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് -2 കിട്ടുന്നു. ആ -2 എഴുതുക, കോമ എഴുതുക. സിയിൽ നിന്ന് വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ നമുക്ക് 2 കിട്ടുന്നു. ആ 2 എഴുതുക. അപ്പോൾ കോർഡിനേറ്റ് ഓഫ് സി -2 2. ഇനി പിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം നമുക്ക്. അതിനായിട്ട് പിയിൽ നിന്നും നമ്മൾ എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ -4 കിട്ടുന്നു. അതിനുശേഷം പിയിൽ നിന്നും വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ -3 കിട്ടുന്നു. കോർഡിനേറ്റ് ഓഫ് പി -4 -3. ആദ്യത്തെ നമ്പർ എക്സ് കോർഡിനേറ്റ്, രണ്ടാമത്തെ നമ്പർ വൈ കോർഡിനേറ്റ്. അടുത്ത ക്യൂ കണ്ടുപിടിക്കാം. ക്യൂ കണ്ടുപിടിക്കാനായിട്ട് ക്യൂവിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ നമുക്ക് 2 കിട്ടുന്നു. അതേപോലെ തന്നെ ക്യൂവിൽ നിന്ന് വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ നമുക്ക് -4 കിട്ടുന്നു. അപ്പോൾ കോർഡിനേറ്റ് ഓഫ് ക്യൂ 2 -4 എന്ന് കിട്ടുന്നു. ഇത് എക്സ് കോർഡിനേറ്റ്, ഇത് വൈ കോർഡിനേറ്റ്. എക്സ് സൂചക സംഖ്യ, വൈ സൂചക സംഖ്യ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഈ ഭാഗത്ത് വരുന്നതെല്ലാം എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പോസിറ്റീവാണ്. ഈ ഭാഗത്തെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നു. ഇതിനെ സെക്കൻഡ് ക്വാഡ്രൻറ്റ്, പിന്നെ തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നു. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എക്സ് പോസിറ്റീവ് ആയിരിക്കും, വൈയും പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എക്സ് നെഗറ്റീവ് ആയിരിക്കും, വൈ പോസിറ്റീവ് ആയിരിക്കും. എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്. തേർഡ് ക്വാഡ്രൻറ്റിൽ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും, വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ്, വൈ കോർഡിനേറ്റ് നെഗറ്റീവ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എക്സ്, അതായത് ആദ്യത്തെ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും, അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രൻറ്റിലായിരിക്കും. എക്സ് നെഗറ്റീവാണ് വരുന്നതെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലായിരിക്കും, അല്ലെങ്കിൽ തേർഡ് ക്വാഡ്രൻറ്റിലായിരിക്കും. രണ്ട് കോർഡിനേറ്റ്സും പോസിറ്റീവ് ആണെങ്കിൽ അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും. രണ്ട് കോർഡിനേറ്റും നെഗറ്റീവ് ആണെങ്കിൽ അത് തേർഡ് ക്വാഡ്രൻറ്റിലായിരിക്കും. ഇവിടെ ചില പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് വന്നിരിക്കുകയാണ്. അത് നമ്മൾക്ക് ഇവിടെ മാർക്ക് ചെയ്ത് നോക്കാം. കോർഡിനേറ്റ് ഓഫ് എ 3 2, കോർഡിനേറ്റ് ഓഫ് ബി 1 4. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആണ്, അതുകൊണ്ട് അതിൻ്റെ പൊസിഷൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും. 3 2. From the origin 3 unit right, from that point 2 unit up. ഇപ്പോൾ എ 3 2ൻ്റെ പൊസിഷൻ ഇതാണ്. ബി 1 4. From the origin 1 unit right, from that point 4 units up. ഇപ്പോൾ ബി 1 4. സിയുടെയും ഡിയുടെയും എസ് കോർഡിനേറ്റ്സ് നെഗറ്റീവും
വൈ കോർഡിനേറ്റ്സ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് അതിൻ്റെ സ്ഥാനം സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും. കോർഡിനേറ്റ് ഓഫ് സി -2, 2. ഫ്രം ദ ഒറിജിൻ 2 units left. From that point 2 units up. For C -2, 2. D -4, 1. From the origin 4 units left. From that point 1 unit up. For D -4, 1. അടുത്ത രണ്ട് പോയിന്റിലും എക്സ് കോർഡിനേറ്റ്സും വൈ കോർഡിനേറ്റ്സും നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പൊസിഷൻ തേർഡ് ക്വാഡ്രന്റിലായിരിക്കും. ഈ -1, -3. ഫ്രം ദ ഒറിജിൻ 1 unit ലെഫ്റ്റ്. ഫ്രം ദാറ്റ് പോയിന്റ് 3 unit ഡൗൺ. അപ്പോൾ ഈ -1, -3. F -3, -1. From the origin 3 unit left. From that point 1 unit down. അപ്പോൾ F -3, -1. G വെച്ചും എക്സ് കോർഡിനേറ്റ് പോസിറ്റീവും വൈ കോർഡിനേറ്റ്സ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് അതിൻ്റെ പൊസിഷൻ ഫോർത്ത് ക്വാഡ്രന്റിലായിരിക്കും. 1, -3. From the origin 1 unit right. From that point 3 unit down. For G 1, -3. H 3, -1. From the origin 3 unit right. From that point 1 unit down. For H 3, -1. ഇനി നമുക്ക് എക്സ് ആക്സിസിലെ പോയിന്റ്സിൻ്റെ കോർഡിനേറ്റ്സിനെ പറ്റി മനസ്സിലാക്കാം. എനി പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് ഈസ് x0. എക്സ് ആക്സിസിലെ 2 എന്ന് പറയുന്ന ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് 2, 0 ആയിരിക്കും. എക്സ് ആക്സിസിലെ -3 എന്ന് പറയുന്ന ഈ പോയിന്റിലെ കോർഡിനേറ്റ് -3, 0 ആയിരിക്കും. എക്സ് ആക്സിസിലെ 4 എന്ന് പറയുന്ന ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് 4, 0 ആയിരിക്കും. അതായത് വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇനി വൈ ആക്സിസിലെ പോയിന്റ്സിൻ്റെ കോർഡിനേറ്റ്സ് നോക്കാം. എനി പോയിന്റ് ഓൺ ദി വൈ ആക്സിസ് ഈസ് 0y. വൈ അക്ഷത്തിലെ ഏത് ബിന്ദുവിൻ്റെയും സൂചക സംഖ്യ 0y ആയിരിക്കും. വൈ ആക്സിസിലെ 3 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ് 0, 3 ആയിരിക്കും. വൈയിലെ -2 എന്ന് പറയുന്ന പോയിന്റിലെ കോർഡിനേറ്റ്സ് 0, -2. വൈയിലെ 1 എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ് 0, 1 ആയിരിക്കും. അതായത് വൈ ആക്സിസിലെ പോയിന്റിലെല്ലാം എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഹൊറിസോണ്ടൽ ലൈൻസ്, തിരശ്ചീന രേഖ. എക്സ് ആക്സിസിന് പാരലായി വരയ്ക്കുന്ന ലൈൻസിനെയാണ് ഹൊറിസോണ്ടൽ ലൈൻസ്, തിരശ്ചീന രേഖ എന്ന് പറയുന്നത്. ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് ആണ് ഫ്രം ദ ഒറിജിൻ 1 unit റൈറ്റ്. ഫ്രം ദാറ്റ് പോയിന്റ് 2 unit അപ്പ്. അപ്പോൾ നമ്മൾക്ക് 1, 2 എന്ന് എഴുതാം. ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് നോക്കാം. ഫ്രം ദ ഒറിജിൻ 3 unit റൈറ്റ്. ഫ്രം ദാറ്റ് പോയിന്റ് 2 unit അപ്പ്. അപ്പോൾ 3, 2. ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് നമുക്ക് നോക്കാം. ഫ്രം ദ ഒറിജിൻ 3 unit ലെഫ്റ്റ്. ഫ്രം ദാറ്റ് പോയിന്റ് 2 unit അപ്പ്. അപ്പോൾ -3, 2 എന്ന് എഴുതാം. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ പ്രത്യേകത അതിൻ്റെ വൈ കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കും. തിരശ്ചീന രേഖയിൽ വൈ സൂചക സംഖ്യകൾ തുല്യമായിരിക്കും. ഇനി നമുക്ക് വെർട്ടിക്കൽ ലൈൻസ്, ലംബരേഖകൾ നോക്കാം. വൈ ആക്സിസിന് പാരലായി വരയ്ക്കുന്ന ലൈനെയാണ് വെർട്ടിക്കൽ ലൈൻസ് എന്ന് പറയുന്നത്. വൈ ആക്സിസിന് സമാന്തരമായി വരയ്ക്കുന്ന വരകളെ ലംബരേഖകൾ എന്ന് പറയുന്നു. ഈ ലംബരേഖകളുടെ പ്രത്യേകത നോക്കാം. ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റാണ്
ഫ്രം ദ ഒറിജിൻ 1 യൂണിറ്റ് റൈറ്റ്, ഫ്രം ദാറ്റ് പോയിന്റ് 2 യൂണിറ്റ് അപ്പ്. അപ്പോൾ നമുക്ക് 1 2 എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എഴുതാം. ഫ്രം ദ ഒറിജിൻ 1 യൂണിറ്റ് റൈറ്റ്, ഫ്രം ദാറ്റ് പോയിന്റ് 3 യൂണിറ്റ് ഡൗൺ. അപ്പോൾ 1 -3 കിട്ടുന്നു. ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എഴുതാം നമുക്ക്. ഫ്രം ദ ഒറിജിൻ 1 യൂണിറ്റ് റൈറ്റ്, 1 യൂണിറ്റ് ഡൗൺ. അപ്പോൾ 1 -1 എന്ന് എഴുതാം. ഇവയെ നമുക്ക് കാണാൻ സാധിക്കും എക്സ് കോർഡിനേറ്റ്സ് ഈക്വലാണെന്ന് കാണാൻ സാധിക്കും. ലംബരേഖയിൽ എക്സ് സൂചക സംഖ്യകൾ തുല്യമായിരിക്കും. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർമ്മിച്ചെടുക്കാം. ദ ഇൻ്റർസെക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ഈസ് ഒറിജിൻ 0 0. എക്സ് അക്ഷത്തിൻ്റെയും വൈ അക്ഷത്തിൻ്റെയും സംഗമബിന്ദുവിനെ ആധാരബിന്ദു 0 0 എന്ന് പറയുന്നു. എനി പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് ഈസ് x0. എക്സ് അക്ഷത്തിലെ ഏത് ബിന്ദുവും x0 ആയിരിക്കും. എക്സാമ്പിൾ 1 0 2 0 -4 0. എനി പോയിന്റ് ഓൺ ദി വൈ ആക്സിസ് ഈസ് 0y. വൈ അക്ഷത്തിലെ ഏത് ബിന്ദുവും 0y ആയിരിക്കും. എക്സാമ്പിൾ 0 1 0 -2 0 3. The line parallel to the x-axis is a horizontal line. എക്സ് അക്ഷത്തിന് സമാന്തരമായി വരക്കുന്നവരെ തിരശ്ചീന രേഖ എന്ന് പറയുന്നു. ഇനി ഹൊറിസോണ്ടൽ ലൈൻ y കോർഡിനേറ്റ്സ് ആർ ഈക്വൽ. ഒരു തിരശ്ചീന രേഖയിൽ y സൂചക സംഖ്യകൾ തുല്യമായിരിക്കും. The line parallel to the y-axis is a vertical line. y അക്ഷത്തിന് സമാന്തരമായ വരയെ ലംബരേഖ എന്ന് പറയുന്നു. In a vertical line എക്സ് കോർഡിനേറ്റ്സ് ആർ ഈക്വൽ. ഒരു ലംബരേഖയിൽ എക്സ് സൂചക സംഖ്യകൾ തുല്യമായിരിക്കും. ഇനി എക്സ് സൂചക സംഖ്യയും വൈ സൂചക സംഖ്യയും തുല്യമല്ലെങ്കിൽ അത് ഒരു ചരിഞ്ഞ രേഖയെ സൂചിപ്പിക്കുന്നു. ഇഫ് x1 ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു x2, y1 ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു y2, ഇറ്റ് റെപ്രസെൻറ്റ്സ് എ സ്ലോപ്പിംഗ് ലൈൻ. ടെക്സ്റ്റിൽ പേജ് 134 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഫോളോയിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് 0. എക്സ് അക്ഷത്തിലെ ഏത് ബിന്ദുവിൻ്റെയും വൈ സൂചക സംഖ്യ 0. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ എക്സ് കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദി വൈ ആക്സിസ് 0. വൈ അക്ഷത്തിലെ ഏത് ബിന്ദുവിൻ്റെയും എക്സ് സൂചക സംഖ്യ 0. ദ കോർഡിനേറ്റ് ഓഫ് ദി ഒറിജിൻ 0 0. ആധാരബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ 0 0. The y coordinate of any point on the line through 0 1 parallel to the x-axis 1. 0 1 എന്ന ബിന്ദുവിലൂടെ എക്സ് അക്ഷത്തിന് സമാന്തരമായി വരക്കുന്ന വരയിലെ ഏത് ബിന്ദുവിൻ്റെയും y സൂചക സംഖ്യ 1. The x coordinate of any point on the line through 1 0 parallel to the y-axis 1. 1 0 എന്ന ബിന്ദുവിലൂടെ y അക്ഷത്തിന് സമാന്തരമായി വരക്കുന്ന വരയിലെ ഏത് ബിന്ദുവിൻ്റെയും എക്സ് സൂചക സംഖ്യ 1. ഇനി നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി അതർ വെർട്ടീസസ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്കറിയാവുന്നത് ഒറിജിൻ്റെ കോർഡിനേറ്റ് നമുക്കറിയാം 0 0. പിന്നെ നമുക്കറിയാവുന്നത് കോർഡിനേറ്റ് ഓഫ് ബി 4 3. 4 3 എന്ന് പറഞ്ഞാൽ ഫ്രം ദ ഒറിജിൻ 4 യൂണിറ്റ്സ് റൈറ്റ്, ഫ്രം ദാറ്റ് പോയിന്റ് 3 യൂണിറ്റ്സ് അപ്പ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് ആണ്. എനി പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് x0. അപ്പോൾ നമുക്ക് എഴുതാം 4 0 എന്ന് എഴുതാം. വേറെ വിധം ആലോചിക്കാൻ നേരത്ത് ഇത് വെർട്ടിക്കൽ ലൈനാണ്. വെർട്ടിക്കൽ ലൈനിൽ എക്സ് കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കും. ഇത് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്, അതുകൊണ്ട് y കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇനി കോർഡിനേറ്റ് ഓഫ് സി. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഓൺ ദി y ആക്സിസ് ആണ്. എനി പോയിന്റ് ഓൺ ദി y ആക്സിസ് 0y. അപ്പൊ നമുക്ക് 0 എഴുതാം. ഇനി y കോർഡിനേറ്റ് എത്രയാണ്?
4 3 ഇവിടെ നിന്ന് ഇവിടത്തോളം 3 ആണ്. അതുകൊണ്ട് ഇതും 3 ആയിരിക്കും. ഇത് ഹൊറിസോണ്ടൽ ലൈനാണ്. ഹൊറിസോണ്ടൽ ലൈൻ ആകുമ്പോൾ അതിന്റെ y കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയും ആലോചിക്കാം. ഈ ക്വസ്റ്റനിൽ സൈഡ്സ് ആർ പാരലൽ ആണെന്ന് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. കൂടാതെ ഒറിജിൻ ഈസ് ദ മിഡ് പോയിന്റ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന കോർഡിനേറ്റ് ഓഫ് എ 3 2 ആണ്. അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലെ എക്സ് നെഗറ്റീവും y പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് -3 2 എന്ന് എഴുതാം. സി തേർഡ് ക്വാഡ്രന്റിലാണ്. അതുകൊണ്ട് നമുക്കറിയാം എസ് കോർഡിനേറ്റും y കോർഡിനേറ്റും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ -3 -2. ഡി എന്ന് പറഞ്ഞാൽ അത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. അവിടെ എക്സ് പോസിറ്റീവും y നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ 3 -2. ഇത് നമുക്ക് ശരിയാണ് ചെക്ക് ചെയ്യാം. എ ഡി വെർട്ടിക്കൽ ലൈനാണ്. വെർട്ടിക്കൽ ലൈനിൽ എസ് കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കും. ബി സി വെർട്ടിക്കൽ ലൈനാണ്. വെർട്ടിക്കൽ ലൈനിൽ എസ് കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കും. എ ബി ഹൊറിസോണ്ടൽ ലൈനാണ്. ഹൊറിസോണ്ടൽ ലൈനിൽ y കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കും. സി ഡി ഹൊറിസോണ്ടൽ ലൈനാണ്. അതിന്റെ y കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. ഒരു സമഭുജ ത്രികോണമാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഓരോ ആംഗിളും 60 ഡിഗ്രി വീതമായിരിക്കും. അപ്പോൾ ഇവിടെ 4 ഇവിടെ 4 ഇവിടെ 4 ഇവിടെ 60 ഡിഗ്രി ഇവിടെ 60 ഡിഗ്രി. നമ്മൾ ബിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇവിടെ 90 ഡിഗ്രി. ആകെ 60 ആയിരുന്നു. അത് 30 ആയിത്തീരുന്നു. അപ്പോൾ ആംഗിൾസ് 30 60 90. റേഷ്യോ സൈഡ്സ് 1:√3:2. ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് 1 ആയിരിക്കും. ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് 4 ആണ്. അതുകൊണ്ട് 30ക്ക് ഓപ്പോസിറ്റ് അതിൻ്റെ ഹാഫ് പകുതിയായിരിക്കും. അതായത് ഒരു 2. 60ക്ക് ഓപ്പോസിറ്റ് 2√3 ആയിരിക്കും. അപ്പോൾ നമുക്ക് ബി കോർഡിനേറ്റ് ഓഫ് ബി ഫ്രം ദ ഒറിജിൻ ടു യൂണിറ്റ് റൈറ്റ് ഫ്രം ദാറ്റ് പോയിന്റ് 2√3 യൂണിറ്റ് അപ്പ്. അപ്പോൾ ഇത് 2√3 നമുക്ക് എഴുതാം. ഇനി എ എന്ന് പറയുന്നത് പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ഇനി പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് x0. ഇവിടെ ഓയിൽ നിന്ന് വരെ 4 യൂണിറ്റ് ആണ്. അതുകൊണ്ട് കോർഡിനേറ്റ് ഓഫ് എ 40. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പാരലോഗ്രാം തന്നിരിക്കുന്നത്. അതിൻ്റെ സൈഡ്സ് 6 യൂണിറ്റും 4 യൂണിറ്റ്സുമാണ്. നമുക്ക് സിയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരക്കാം. ബിയിൽ നിന്നും പെർപെൻഡിക്കുലർ വരക്കാം. ഇവിടെ 90 ഡിഗ്രി ഇവിടെ 90 ഡിഗ്രി ഇവിടെ 60 ഇവിടെ 30 ആയിരിക്കും. 90ക്ക് ഓപ്പോസിറ്റ് 4 ആണ്. അതുകൊണ്ട് 30ക്ക് ഓപ്പോസിറ്റ് 2 ആയിരിക്കും. 60ക്ക് ഓപ്പോസിറ്റ് 2√3 ആയിരിക്കും. അതുപോലെ തന്നെ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഒ സി ഈസ് ഈക്വൽ ടു എ ബി. ഇവിടെ 4 ആയിരിക്കും. ഇവിടെ 90 ഡിഗ്രി ഇവിടെ 30 ഡിഗ്രി. അതുകൊണ്ട് 90ക്ക് ഓപ്പോസിറ്റ് 4 30ക്ക് ഓപ്പോസിറ്റ് 2 60ക്ക് ഓപ്പോസിറ്റ് 2√3. O origin 0 0. A coordinate of A from the origin 6 7 it right. A is point on the x-axis. അപ്പോൾ any point on the x-axis x0. അപ്പോൾ നമുക്ക് എഴുതാം 6 0. B from the origin 6 plus 2 8 unit right. From that point 2√3 unit up.
അപ്പോൾ നമുക്ക് 8 to √3 എന്ന് എഴുതാം. സി ഫ്രം ദ ഒറിജിൻ 2 യൂണിറ്റ് റൈറ്റ് ഫ്രം ദാറ്റ് പോയിന്റ് 2 √3 അപ്പ്. അപ്പോൾ നമുക്ക് 2 to √3 എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സർക്കിളിൻ്റെതാണ്. അതിൻ്റെ റേഡിയസ് 2 യൂണിറ്റ് ആണ്. നമ്മളോട് കോർഡിനേറ്റ് എയും കോർഡിനേറ്റ് ബിയും കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് എയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരക്കാം, അതുപോലെ ബിയിൽ നിന്ന് വരക്കാം. ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, അതുകൊണ്ട് ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും. 90ക്ക് ഓപ്പോസിറ്റ് 2 യൂണിറ്റ് ആണ്, അതുകൊണ്ട് 30ക്ക് ഓപ്പോസിറ്റ് 1 യൂണിറ്റ്. 60ക്ക് ഓപ്പോസിറ്റ് 1 × √3, അപ്പോൾ √3 ആയിരിക്കും. അപ്പോൾ കോർഡിനേറ്റ് ഓഫ് എ ഫ്രം ദ ഒറിജിൻ √3 യൂണിറ്റ് റൈറ്റ് ഫ്രം ദാറ്റ് പോയിന്റ് 1 യൂണിറ്റ് അപ്പ്. എ √3 1. ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, അതുകൊണ്ട് ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി. റേഡിയസ് 2 ആണ്, അതുകൊണ്ട് OB 2. 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ്, അതുകൊണ്ട് 30ക്ക് ഓപ്പോസിറ്റ് 1 ആയിരിക്കും. 60ക്ക് ഓപ്പോസിറ്റ് √3 ആയിരിക്കും. കോർഡിനേറ്റ് ഓഫ് ബി നമുക്ക് കണ്ടുപിടിക്കാം. ഫ്രം ദ ഒറിജിൻ 1 യൂണിറ്റ് ലെഫ്റ്റ് ഫ്രം ദാറ്റ് പോയിന്റ് √3 യൂണിറ്റ് അപ്പ്. അപ്പോൾ ബി -1 √3. അടുത്ത ക്വസ്റ്റ്യൻ. എ ലാർജ് ട്രപ്പീസിയം മേഡ് അപ്പ് ഓഫ് 4 ഈക്വൽ ട്രപ്പീസിയംസ്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടിസസ് ഓഫ് ഓൾ ദീസ് ട്രപ്പീസിയംസ്. ഈ ലാർജ് ട്രപ്പീസിയത്തിൻ്റെ സൈഡ് 8 യൂണിറ്റ് നമുക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എക്സ് ആക്സിസിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ 0, 2, 4, 6, 8 എന്നും വൈ ആക്സിസിൽ 2, 4 എന്നും മാർക്ക് ചെയ്തിരിക്കുന്നു. നമ്മളോട് ഈ സ്മോൾ ട്രപ്പീസിയത്തിൻ്റെ എല്ലാം കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒറിജിൻ 0, 0. എ പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ്. എനി പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് x0. അപ്പോൾ നമുക്ക് എഴുതാം A 40. B from the origin 8 unit right. B is on the x axis. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ് 80. C from the origin 8 unit right. From that point 4 units up. 8, 4. D from the origin 6 unit right. From that point 4 units up. For 6, 4. E from the origin 4 unit right. From that point 4 units up. For 4. F from the origin 2 unit right. From that point 2 units up. For 2, 2. G from the origin 4 units right. From that point 2 units up. For 4, 2. H from the origin 6 unit right. From that point 2 units up. For 6, 2. Other question. All rectangles below have sides parallel to the axis. Find the coordinates of the remaining vertices of each. ചുവടെയുള്ള ചതുരങ്ങളുടെ എല്ലാം വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ഓരോ ചതുരത്തിൻ്റെയും 2 മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഈ റെക്ടാങ്കിളിൻ്റെ 2 വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. റിമൈനിങ് വെർട്ടിസസ് കണ്ടുപിടിക്കാനുള്ള ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം AD വെർട്ടിക്കൽ ലൈനാണ്. ഇനി വെർട്ടിക്കൽ ലൈൻ എസ് കോർഡിനേറ്റ്സ് ആർ ഈക്വൽ. AD ലംബരേഖയാണ്, അതുകൊണ്ട് എക്സ് സൂചക സംഖ്യകൾ തുല്യമായിരിക്കും. ഇവിടെ -2 എന്ന് വന്നിരിക്കുന്നു, അതുകൊണ്ട് ഇവിടെ -2 എഴുതാം. അതുപോലെ തന്നെ BC വെർട്ടിക്കൽ ലൈനാണ്, അതിൻ്റെയും എക്സ് കോർഡിനേറ്റ് ഈക്വലായിരിക്കും. അപ്പോൾ നമുക്ക് 2 എന്ന് എഴുതാം. ഇനി AB ഹൊറിസോണ്ടൽ ലൈനാണ്, തിരശ്ചീന രേഖയാണ്. ഹൊറിസോണ്ടൽ ലൈനിൽ
y കോർഡിനേറ്റ്സ് ഈക്വലായിരിക്കും. ഇവിടെ 3 ആണ്, അതുകൊണ്ട് ഇവിടെ 3 ആവുന്നു. അതുപോലെ തന്നെ ഇത് തിരശ്ചീന രേഖ ഹൊറിസോണ്ടൽ ലൈനാണ്. അതിൻ്റെ y സൂചക സംഖ്യകൾ y കോർഡിനേറ്റ്സ് ഈക്വലായിരിക്കും. ഇവിടെ y കോർഡിനേറ്റ്സ് 4 ആണെന്നറിയാം, അതുകൊണ്ട് ഇവിടെയും 4 ആയിരിക്കും. ഇതിൽ PS വെർട്ടിക്കൽ ലൈനാണ്, അതുകൊണ്ട് S കോർഡിനേറ്റ്സ് ഈക്വലായിരിക്കും. ഇവിടെ S കോർഡിനേറ്റ് -1 ആണ്, അപ്പോൾ ഇവിടെ -1 എഴുതാം. PQ ഹൊറിസോണ്ടൽ ലൈനാണ്, അതിൻ്റെ y കോർഡിനേറ്റ്സ് ഈക്വലായിരിക്കും, അതുകൊണ്ട് ഇവിടെ -4 എഴുതാം. QR വെർട്ടിക്കൽ ലൈൻ ലംബരേഖയാണ്, അതിൻ്റെ x കോർഡിനേറ്റ്സ് ഈക്വലായിരിക്കും. ഇവിടെ 2 അറിയാവുന്നതുകൊണ്ട് ഇവിടെയും 2 ആയിരിക്കും. SR ഹൊറിസോണ്ടൽ ലൈനാണ്, അതിൻ്റെ y കോർഡിനേറ്റ്സ് ഈക്വലായിരിക്കും. ഇവിടെ -2, അതുകൊണ്ട് ഇവിടെയും -2 ആയിരിക്കും. ഈ ക്വസ്റ്റനിൽ AD വെർട്ടിക്കൽ ലൈനാണ്, അതുകൊണ്ട് x കോർഡിനേറ്റ്സ് ഈക്വലായിരിക്കും. AD ലംബരേഖയാണ്, x സൂചക സംഖ്യകൾ തുല്യമായിരിക്കും, -1. DC ഹൊറിസോണ്ടൽ ലൈൻ, അതിൻ്റെ y കോർഡിനേറ്റ്സ് ഈക്വലായിരിക്കും. അപ്പോൾ 6 ആണ്, ഇവിടെ 6 ആയിരിക്കും. BC വെർട്ടിക്കൽ ലൈൻ ലംബരേഖ, അതിൻ്റെ x സൂചക സംഖ്യകൾ x കോർഡിനേറ്റ് ഈക്വലായിരിക്കും. AB ഹൊറിസോണ്ടൽ ലൈൻ, അതിൻ്റെ y കോർഡിനേറ്റ്സ് ഈക്വലായിരിക്കും. ഇവിടെ 3, അതുകൊണ്ട് ഇവിടെ 3 ആയിരിക്കും. ഇത് നമുക്ക് ഫിഗർ വരക്കാതെ എങ്ങനെ ചെയ്യാൻ നോക്കാം. കോർഡിനേറ്റ് ഓഫ് A -1 3, കോർഡിനേറ്റ് C 2 6. അപ്പോൾ നമ്മൾ ഇതിലെ x കോർഡിനേറ്റും ഇതിലെ y കോർഡിനേറ്റും ഒന്ന് എഴുതുന്നു. അപ്പോൾ -1 6 എന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ ഈ പോയിന്റിലെ x കോർഡിനേറ്റും ഇതിലെ y കോർഡിനേറ്റും ഒന്ന് എഴുതുന്നു. അപ്പോൾ നമുക്ക് 2 3 എന്ന് കിട്ടുന്നു. അപ്പോൾ B 2 3, D -1 6 കിട്ടുന്നു. ഇതും അതുപോലെ തന്നെ S -1 -2 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. Q 2 -4 തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ x കോർഡിനേറ്റും ഈ y കോർഡിനേറ്റും ചേർത്ത് എഴുതാം. അപ്പോൾ -1 -4. അതുപോലെ തന്നെ ഇതിലെ x കോർഡിനേറ്റും ഇതിലെ y കോർഡിനേറ്റും, അപ്പോൾ 2 -2, -1 -4, -1 -4, 2 -2, 2 -2. കോർഡിനേറ്റ് ഓഫ് A -2 3 2, കോർഡിനേറ്റ് ഓഫ് C 2 4. x കോർഡിനേറ്റും y കോർഡിനേറ്റും ചേർത്ത് എഴുതാം. -2 4. x കോർഡിനേറ്റും y കോർഡിനേറ്റും ചേർത്ത് എഴുതാം. 2 3. -2 4, -2 4, 2 3, 2 3. ഇത് ഉപയോഗിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നത്.